ഹലോ കൂട്ടുകാരെ, വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയ പക്ഷേ നല്ല ഇഷ്ടപ്പെടുന്ന ഒരു വിദേശിയായിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ് നമ്മുടെ ഫ്രഞ്ച് ടോസ്റ്റ് അല്ലേ. വിദേശി എന്നും പറയാം, സ്വദേശി എന്നും പറയാം. പക്ഷേ വളരെ സിമ്പിളാണ്, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടത്, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഫ്രഞ്ച് ടോസ്റ്റ് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഞാനിവിടെ അരിയൊക്കെ കളഞ്ഞ് നമ്മുടെ ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിന് ഏറ്റവും നല്ലത് നല്ല വലിയ ബ്രെഡ് എടുക്കുന്നതായിരിക്കും നല്ലത്. നല്ല കട്ടിയുള്ള കുറച്ച് ബ്രെഡ് എടുക്കാൻ വേണ്ടി നോക്കാം. ഏത് ബ്രെഡാണെങ്കിലും നമുക്ക് തയ്യാറാക്കാം കേട്ടോ. അപ്പോൾ ബ്രെഡിൻ്റെയൊക്കെ സൈഡ് കട്ട് ചെയ്യാൻ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ എടുക്കാം കേട്ടോ. അതിനൊന്നും ഒരു കുഴപ്പമില്ല. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അതിനകത്തേക്ക് 2 മുട്ട ഒരു പാത്രത്തിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുക. അതിനകത്തേക്ക് കുറച്ച് ഞാനിവിടെ ബ്രൗൺ ഷുഗറാണ് ഇട്ട് എടുത്തിരിക്കുന്നത്, ഒരു കളറിന് വേണ്ടി. പിന്നെ നിങ്ങൾക്ക് സാധാരണ പഞ്ചസാരയാണെങ്കിലും ചേർത്ത് കൊടുക്കാം. ഞാൻ പഞ്ചസാരയാണ് സാധാരണ ചേർത്ത് കൊടുക്കുന്നത്, ഞാനിവിടെ ബ്രൗൺ ഷുഗറാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ അതിലേക്ക് കുറച്ച് ക്രീമാണ്, ഫ്രഷ് ക്രീമാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീമും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ മുട്ടയും പഞ്ചസാരയൊക്കെ ഒന്ന് അലുത്ത് നമ്മുടെ ഫ്രഷ് ക്രീമൊക്കെ ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സായി വരണം. അത് മിക്സായി വരുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ബ്രെഡ് അതിനകത്തേക്ക് മുക്കി ഇതുപോലെ ഒന്ന് 2 സൈഡും മുക്കിയെടുക്കുക കേട്ടോ. മുക്കിയെടുത്തതിന് ശേഷം നല്ലതുപോലെ പാൻ ചൂടാക്കാൻ വേണ്ടി വെക്കുക. ചൂടാക്കിയതിന് ശേഷം കുറച്ച് ബട്ടർ ഒന്ന് തേച്ച് കൊടുക്കുക. ബട്ടർ എന്തോരം ചേർക്കുന്നോ അത്രയും ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാനിവിടെ ഒരു അര ടീസ്പൂൺ അല്ലെങ്കിൽ 1 ടീസ്പൂൺ വെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനകത്തേക്ക് നമ്മുടെ മുക്കിയെടുത്ത ആദ്യത്തെ സ്ലൈസ് ബ്രെഡ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്ത 2ാമത്തെ സ്ലൈസ്, ഞാനിപ്പോൾ ഇവിടെ 3 സ്ലൈസാണ് എടുത്തിരിക്കുന്നത്. ഓരോ സ്ലൈസായിട്ടും വേണമെങ്കിൽ എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ കുറച്ച് ഒത്തിരി വണ്ണമില്ലാത്ത ബ്രെഡ് ആയതുകൊണ്ട് 3 സ്ലൈസായിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 3 സ്ലൈസ് അങ്ങനെ മുക്കിയെടുത്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. മേളിലേക്ക് ഒരിത്തിരി ഒന്ന് കുതിരാൻ വേണ്ടി മാത്രമാണ് മേളിൽ കുറച്ചിങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് ഓവർഫ്ലോ ആയി പോകരുത്. അതിനുശേഷം മറിച്ചും തിരിച്ചും ചരിച്ചും ഒക്കെ ഇട്ട് നല്ലതുപോലെ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുക. അത്രയേ ഉള്ളൂ, നമ്മുടെ ഫ്രഞ്ച് ടോസ്റ്റ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇതിന് സിമ്പിളാണെങ്കിലും വളരെ വളരെ ടേസ്റ്റിയാണ്. രാവിലെ നല്ല ഫുൾഫില്ലായിരിക്കും നമുക്ക് ഇത് കഴിച്ചു കഴിഞ്ഞാൽ. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് തേനും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നല്ല റിച്ച് ഫ്ലേവറായി അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രഞ്ച് ടോസ്റ്റ്. അപ്പോൾ അത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഒരു തവണയെങ്കിലും നമുക്ക് കുഞ്ഞുങ്ങൾക്കൊക്കെ ഒന്ന് തയ്യാറാക്കി കൊടുക്കുന്നേ, എന്തായാലും കുട്ടികൾക്ക് ഇഷ്ടപ്പെടും. ഇത് നമുക്ക് സ്കൂളിൽ ലഞ്ച് ബോക്സിലാണെങ്കിലും അല്ലെങ്കിൽ സ്നാക്സ് ബോക്സിലാണെങ്കിലും കൊടുത്തുവിടാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഇടാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതിന് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു. ബൈ.